വിഷു, റംസാൻ, ഈസ്റ്റർ വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ചുള്ള ആനുകൂല്യങ്ങളുടെ വിതരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 16 ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കും സെപ്റ്റംബർ മാസത്തിലെ പെൻഷന് പിന്നാലെ 2 മാസത്തെ പെൻഷൻ കൂടി വിഷുവിന് മുന്നോടിയായി അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഇന്നലെ മുതൽ സജീവമായിട്ടുണ്ട്. അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ശനിയാഴ്ച മുതലാണ് ആരംഭിച്ചത്. അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസം 20 വരെയുള്ള തീയതിക്കുള്ളിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരും. ഇതുപോലെ തന്നെ കൈകളിലേക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവർക്കുള്ള വിതരണവും വരും നാളുകളിൽ പൂർത്തിയാക്കിയ ശേഷം ഒക്ടോബർ നവംബർ മാസത്തിലെ കുടിശ്ശിക പെൻഷൻ തുകയുടെ വിതരണം വിഷുവിന് മുമ്പായി ആരംഭിക്കും. കേരളം ഉൾപ്പെടെയുള്ള 17 സംസ്ഥാനങ്ങളും ചില കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന് കടപ്പത്ര ലേലത്തിലൂടെ ഇന്ന് 50,200 കോടി രൂപ കടമെടുക്കുന്നുണ്ട്. കേരളം ഇന്നെടുക്കുന്നത് 3,742 കോടി രൂപയാണ്. കുടിശ്ശികയായിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം, മറ്റ് പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണം എന്നിവ നടത്തുന്നതിനാണ് തുക വിനിയോഗിക്കുക. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നു. ഇതിൽ 8,742 കോടിക്ക് അന്തിമ അനുമതിയും കിട്ടി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതിൽ 5,000 കോടി രൂപ കടമെടുത്താണ് ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന 3,742 കോടി രൂപയാണ് ഇന്ന് കടമെടുക്കുന്നത്. ഇനി 4,000 കോടി രൂപയോളം മാർച്ച് 26-ാം തീയതിയും കടമെടുക്കുന്നുണ്ട്. ഇതോടുകൂടി വിഷുവിന് മുന്നോടിയായി തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതിനുള്ള ഫണ്ട് സർക്കാരിന് ലഭിക്കുന്നതാണ്. ഈ കടമെടുപ്പ് തുക മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം 2 മാസത്തെ പെൻഷൻ തുക കൂടി സർക്കാർ അനുവദിച്ചത്. വിഷു, റംസാൻ, ഈസ്റ്റർ പ്രമാണിച്ച് 3 മാസത്തിലെ പെൻഷൻ തുകയായ 4,800 രൂപ ഒരുമിച്ച് കിട്ടുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വിശേഷ ദിവസങ്ങളിൽ വലിയ ആശ്വാസമായി തീരും. 55 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ 48 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ തുക എത്തിച്ചേരും. ഏപ്രിൽ 6 മുതലായിരിക്കും വിഷുവിന് മുമ്പായുള്ള പെൻഷൻ വിതരണമെന്നാണ് പ്രാഥമിക സൂചനകൾ. ഔദ്യോഗികമായ തീയതി അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.